പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, കേരളം ഉറ്റുനോക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് പാലക്കാട്, ഒന്ന് ആലത്തൂർ. അതിൽ പ്രധാനം ഒന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിച്ച മണ്ഡലം എന്നുള്ളത്, രണ്ടാമത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ മത്സരിച്ച മണ്ഡലം എന്നുള്ള അർത്ഥത്തിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും വിവിധ മുന്നണികളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? കാരണം കഴിഞ്ഞ ദിവസം വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരികയും കൂടി ചെയ്തിരിക്കുന്നു. അശാസ്ത്രീയമായ അസംബന്ധമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള എക്സിറ്റ് പോളുകളാണ് പുറത്തു വന്നതെന്നുള്ള വിവരങ്ങൾ കൂടിയും അതിന് വിമർശനങ്ങൾ ഉയർന്ന കൂടിയ സാഹചര്യത്തിൽ വേണം ഇപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളുടെ വിവരങ്ങൾ കൂടി വിലയിരുത്തേണ്ടത്. എങ്ങനെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളുടെയും മുന്നണികളുടെ വിലയിരുത്തൽ? സിജു, പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വമ്പിച്ചൊരു പോരാട്ടമാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ കോട്ടയാണ് പാലക്കാട്, അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലങ്ങൾ. എന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും LDF-ന്റെ മുൻ നേതാവുമായിട്ടുള്ള A വിജയരാഘവനാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം, A വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ മുതിർന്ന നേതാവ് കൂടിയാണ്, വലിയൊരു പ്രീതിയുള്ള നേതാവ് കൂടിയാണ് A വിജയരാഘവൻ. വലിയ രീതിയിലൊരു പ്രചരണത്തിലടക്കം മുന്നേറ്റം ഉണ്ടാക്കാൻ പാലക്കാട് മണ്ഡലത്തിൽ LDF-ന് സാധിച്ചിരുന്നു. കാരണം കഴിഞ്ഞ വർഷം VK ശ്രീകണ്ഠൻ MP ആയതിനു ശേഷം പാലക്കാട് മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടന്നില്ല, അതുപോലെ തന്നെ ജനകീയ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപം ഉയർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു LDF-ന്റെ നേതൃത്വത്തിൽ തുടക്കം മുതലേ വലിയ ശക്തമായ പ്രചരണം നടന്നത്. ഇതിലൊക്കെ LDF-ന് വലിയൊരു മുൻതൂക്കം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി, മണ്ണാർക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു സ്വാധീനമുണ്ട്. ഇതിലും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടി LDF-ന് സാധിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വരെ LDF-ന്റെ കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെ പാലക്കാട് മണ്ഡലത്തിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന് ഏറ്റവും വലിയൊരു തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. കാരണം ഷാഫി പറമ്പിലിൻ്റെ കരുത്തോടു കൂടിയാണ് കഴിഞ്ഞ തവണ ഇവിടെ VK ശ്രീകണ്ഠൻ MP ജയിച്ചതെങ്കിൽ ഇത്തവണ ഷാഫിയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെയും നിരവധി പ്രവർത്തകർ വടകരയിലേക്ക് തമ്പടിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അത് പ്രചരണത്തെ വലിയ രീതിയിൽ ബാധിച്ചു എന്നൊരു വിമർശനം കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ UDF-ൻ്റെയും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള കമ്മിറ്റിയിലടക്കം ഉയർന്നിരുന്നു. മാത്രമല്ല, BJPക്ക് വലിയ രീതിയിലൊരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നൊരു ധാരണയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. എന്നാൽ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പ്രചരണത്തിലടക്കം BJPക്ക് സാധിച്ചിട്ടില്ല. നിലവിലുള്ള സാഹചര്യം മനസ്സിലാക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിജയം LDF-ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു കൃത്യമായ കണക്കാണ് വരുന്നത്. കാരണം കോൺഗ്രസിൻ്റെ അടക്കം നേതാക്കൾ പറയുന്നത് ഇത്തരത്തിൽ LDF-ന്റെ നല്ല മികച്ച രീതിയിലുള്ള പ്രവർത്തനം പാലക്കാട് മണ്ഡലത്തിൽ നടത്തിയെന്നാണ്. പിന്നെ പാലക്കാട് ജില്ലയിൽ തന്നെ വരുന്ന മറ്റൊരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ മണ്ഡലം. ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആലത്തൂരിൽ കേരളത്തിലെ ഏറ്റവും ജനകീയനായ മന്ത്രിയായിട്ടുള്ള K രാധാകൃഷ്ണനായിരുന്നു LDF-ന്റെ സ്ഥാനാർത്ഥി. UDF-ന്റെ നിലവിലെ MP രമ്യ ഹരിദാസ് ആയിരുന്നു. ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നല്ലോ. കാരണം ആലത്തൂർ മണ്ഡലത്തിൽ കൂടുതൽ ഭാഗങ്ങളും കാർഷിക മേഖല ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. അത്തരം കർഷകർക്ക് വേണ്ടിയുള്ള യാതൊരു പ്രവർത്തനം രമ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. K രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനായ ജനപ്രതിനിധിയായും അതുപോലെ തന്നെ മന്ത്രിയായും പ്രവർത്തിച്ച് ഏറ്റവും ജനകീയ മുഖമായിട്ടുള്ള വ്യക്തിയാണ് K രാധാകൃഷ്ണൻ. LDF-ന്റെ ഏറ്റവും ജനകീയ. അതുതന്നെയാണ് സച്ചിൻ, ഈ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ ജനങ്ങൾ പങ്കുവെച്ച ഒരു വികാരമുണ്ട്. എന്തെടുക്കുകയായിരുന്നു MP-മാർ? കേരളത്തിൽ നിന്നുള്ള 18 UDF MP-മാരും പാർലമെന്റിൽ എന്തെടുക്കുകയായിരുന്നു? മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കേരളത്തിലെ ഓരോ മണ്ഡലത്തിൽ നിന്നും ഈ UDF MP-മാർ നേരിടേണ്ടി വരികയും ചെയ്തു. അതുതന്നെയാണ് പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലും ജനങ്ങളുടെ വികാരം എന്ന് തന്നെയാണ് സച്ചിൻ വിവരങ്ങൾ നൽകിയത്.